ദൈവത്തിന് മഹത്വം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൽ നിന്നും മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ വരദാനമായിരുന്നു തൻ്റെ സാദൃശ്യം, തൻ്റെ സ്വരൂപം. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ലഭിക്കാത്ത ആ വലിയൊരു അനുഗ്രഹം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന് നഷ്ടപ്പെട്ടു. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന് നഷ്ടപ്പെട്ടത് രൂപഗുണമല്ല, ആകൃതിയല്ല, ദൈവം പകർന്നു കൊടുത്ത ആ ഒരു സ്വരൂപമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച വിവരം പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ 5-ാമത്തെ അധ്യായം അതിൻ്റെ 2-3 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു, അവന് ശേത്ത് എന്ന് പേരിട്ടു. ഇതാ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ജനിക്കേണ്ട തലമുറകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവസ്വരൂപം, ദൈവസാദൃശ്യം നഷ്ടപ്പെട്ട ആദാം അവൻ്റെ സ്വരൂപത്തിൽ, അവൻ്റെ സാദൃശ്യത്തിൽ മകൻ ശേത്തിനെ ജനിപ്പിക്കാൻ നമുക്ക് കാണാൻ കഴിയും. തുടർന്ന് തലമുറകൾ മാറി വന്നപ്പോൾ രാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ദേശങ്ങൾ പല ജാതികളായി മാറിയപ്പോഴും രൂപങ്ങൾ, സാദൃശ്യങ്ങൾ മാറി. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ദൈവിക മഹത്വം മാറ്റിവെച്ച് മനുഷ്യ സദൃശ്യത്തിലായി ഈ ലോകത്തിൽ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ നമുക്ക് ദാനമായി തന്നത് അവൻ്റെ സാദൃശ്യമാണ്, ദൈവിക സാദൃശ്യമാണ്. റോമാലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സൗരസ്വരന്മാരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ട ദൈവിക സ്വരൂപം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, അവൻ്റെ മരണ പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആ സ്വരൂപമാണ്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് വചനം അനുസരിക്കാം, നമുക്ക് കർത്താവിൽ പ്രത്യാശ വെക്കാം. നഷ്ടപ്പെട്ട ആ സ്വരൂപം നമുക്ക് മടക്കി ലഭിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.